ഹായ് ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു വെറൈറ്റി കണ്ടന്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ കോളേജിൽ നിന്ന് IV ട്രിപ്പ് പോകുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇനി കുറച്ച് ദിവസത്തേക്ക് ട്രിപ്പിൻ്റെ വ്ളോഗ് ഉണ്ടാകുന്നതായിരിക്കും. പ്ലേസ് ഒന്നും ഞാൻ ഒന്നിച്ച് മെൻഷൻ ആക്കുന്നില്ല കേട്ടോ, അതാത് വ്ളോഗിൽ പറയുന്നതായിരിക്കും. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 15th നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പാട്ടും കുത്തും ഡാൻസും ഒക്കെ ആയിട്ട് 16th മോർണിംഗ് നമ്മൾ ചിക്ക്മംഗ്ലൂർ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ബേലൂരാണ്. പക്ഷേ ചിക്ക്മംഗ്ലൂർ നൈറ്റ് സ്റ്റേ ആയതുകൊണ്ട് നമ്മൾ അവിടെയാണ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രഷായി ബാഗൊക്കെ നമ്മൾ ബസ്സിൽ വെച്ചു. എന്നിട്ടിതാ നമ്മൾ നേരെ ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 10-10:30 ആകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇഡ്ഡലി, ദോശ, പൂരി, ചട്നി, സാമ്പാർ, അതുപോലെ തന്നെ ബാജിക്കറി, ഇത്രയാണ് ഉണ്ടായത്. ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കോഫിയും കൂടി കുടിച്ചപ്പോൾ റാഹത്തായി. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടാ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ആണ് ബേലൂരുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോകുന്നത്. അങ്ങനെ നല്ല എക്സൈറ്റ്മെൻറ്റോടു കൂടി നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറുമ്പോൾ 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു. 2 ട്രിപ്പായിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റിങ്ങിന് പോയത്. സംഭവം നൈസാണ്, പക്ഷേ തുഴയാൻ കുറച്ച് പാടുപെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പാക്കേജിൽ 3 ആക്ടിവിറ്റീസാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് പുറമേ ഉള്ളതിന് കയറുമ്പം നമ്മൾ ഫണ്ട് എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിലെല്ലാവരും 3 ആക്ടിവിറ്റീസിന് തന്നെയാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ അതിന് ശേഷം കായാക്കിങ്ങിലാണ് കയറിയത്. അതിൽ 2 പേര് വെച്ചിട്ട് കയറാൻ പറ്റും. സംഭവം നൈസാണ്. പോയതുപോലല്ല കേട്ടോ, തിരിച്ചു വരാൻ നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടി. ഞാനും സെഫിയാണ് ഒന്ന് കയറിയിട്ടുണ്ടായത്. നല്ലോണം ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇതാ ഇവിടെ ബമ്പർ റൈഡൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അതിൽ കയറി റൈഡ് പോകാൻ തോന്നും. പക്ഷെ അതിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റൈഡ് മിസ്സാവും കേട്ടോ. അതായത് ഈ റൈഡ്, ബനാന റൈഡ്. സംഭവം ഇത് ഗൈസ് അടിപൊളിയാണ്. ഇതിൽ പകുതിക്കുന്നവർ മുക്കിക്കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു, കാരണം മുങ്ങിപ്പോന്നൊക്കെ വിചാരിച്ചിട്ട്. അവിടെ ആണെങ്കിൽ അത്യാവശ്യം വെള്ളത്തിന് നല്ല ആഴം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം അവിടെ നിന്ന് നമ്മളെ കേരള സ്റ്റൈൽ ഫുഡ് കിട്ടി കേട്ടോ. അപ്പോൾ അത് കഴിക്കാണ്. അപ്പോൾ ഇതാ നമ്മളെ ഗീ റൈസും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാവിഷായിട്ട് ഫുഡൊക്കെ തട്ടി ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടോ. അതായത് ബേലൂർ ടെമ്പിൾ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ചെന്നകേശവ ടെമ്പിൾ എന്നാണ് ടെമ്പിളിൻ്റെ പേര്. അപ്പോൾ അവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടെമ്പിളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം ഞാനാണെങ്കിൽ സൈഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് നല്ല തണുപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു, തൊണ്ടവേദന, അതുപോലെ തന്നെ ശീതം പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് പനീൻ്റെ ലക്ഷണങ്ങളൊക്കെ വരുന്നുണ്ടായിന്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ബ്ലൂ ക്രോപ്പ് ടോപ്പും ജീനും ആണ്. അപ്പോൾ ഫുൾ പിക്കൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ടെമ്പിളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ളൊരു അക്കയുടെ കടയിൽ നിന്ന് നമ്മളിതാ ഈ ഒരു പൊരീൻ്റെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്നൊക്കെ ശരിക്കും അറിയില്ല. അങ്ങനെ നമ്മളവിടെ ചെരുപ്പൊക്കെ അയച്ചു വെച്ച് എന്നിട്ട് നമ്മളിതാ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ പിള്ളേരെല്ലാവരും കയറി കേട്ടോ. അപ്പോൾ ഞാനും ടീച്ചേഴ്സും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ആട്ടോ ഉണ്ടായത്. അപ്പോൾ ഇതുവരെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ടാണ് ഇടാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.